നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യ സംബന്ധിച്ച് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ രൂക്ഷതയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇരു രാജ്യത്തെയും സൈനിക മേധാവികൾ വളരെ രൂക്ഷമായ പ്രസ്താവനകളുമായി മുന്നോട്ട് വരികയാണ്. ഇസ്രായേലിന് മേലുള്ള ആക്രമണം തങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. 2000-ഓളം മിസൈലുകൾ തങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ഘട്ട മിസൈൽ ആക്രമണം വളരെ രൂക്ഷമായിരിക്കും, വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലേക്ക് ഇസ്രായേലിനെ നയിക്കും എന്ന് തന്നെയാണ് ഇറാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററുടെ പ്രസ്താവന ഉണ്ടാകുന്നത്. അസീസ് നസീർ എന്ന് പറയുന്ന ഇറാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയാണ് ഈ അവസരത്തിൽ ഏറ്റവും അവസാനമായി ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ പ്രതികരണം ഉണ്ടാകുകയാണ്. ഇനിയും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ടെഹ്റാൻ കത്തിക്കുമെന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ IDF മേധാവി ഇസ്രായേലി ഗഡ്സിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നത് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് ഇരു രാജ്യങ്ങളും കൂടുതൽ പ്രകോപനകരമായ പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്നുകൂടിയുണ്ട്, അറബ് മാധ്യമങ്ങൾ കൂടുതൽ ദൃശ്യങ്ങളുമായി മുന്നോട്ട് വരികയാണ്. അതായത് ഇസ്രായേലിൻ്റെ 3 ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ വെടിവെച്ചിട്ടു എന്ന വാർത്ത അറബ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒപ്പം ഇസ്രായേലി വനിതാ വൈമാനിക സറാഹ് അഹ്നോട്ട് ഒരു വിമാനത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഒരു വിമാനം ഇറാൻ വെടിവെച്ചിട്ടു, അതിൽ നിന്ന് പിടിയിലായതായുള്ള വാർത്തകളും വലിയ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഇസ്രായേൽ ഇത് നിഷേധിക്കുന്ന ഒരു നിലപാടിൽ എത്തിയിട്ടില്ല. പക്ഷേ ഇവരുടെ ഫോട്ടോ, ഈ സഹ്റ അഹ്നോട്ടിൻ്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലേക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. മറ്റൊന്ന്, ഇറാൻ കൂടുതൽ ശക്തമായി തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും അറിയിപ്പ് ലഭിച്ചു. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ 3 രാജ്യങ്ങളെയും അറിയിച്ചു എന്ന വാർത്ത കൂടി മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യാണ്. ഒരുപക്ഷെ ഈ രാജ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നാൽ, ഇന്നലെ ഇസ്രായേൽ നേരെ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് വന്നു എന്ന ചില വാർത്തകൾ കൂടി മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. അങ്ങനെ ഒരു നിലപാട് എടുക്കരുത് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഒരുപക്ഷെ ഇത്തരം മുന്നറിയിപ്പുകൾ എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന നിമിഷമാണിത്. അതായത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് കൂടുതൽ സംഘർഷപൂരിതമായ നിമിഷങ്ങളിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് തന്നെയാണ് ചർച്ച. മറ്റൊന്ന്, 1600 കിലോമീറ്റർ ദൂരം താണ്ടി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചത് വലിയ ചർച്ചയാവുകയാണ്. പ്രതിരോധ വിദഗ്ധരൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് ഇത് ചർച്ച ചെയ്യുന്നത് എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഇസ്രായേൽ ഇങ്ങനെ ഒരു പ്രഹരം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നേരത്തെ ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ കടന്നു കയറി ഇസ്രായേൽ കൊല ചെയ്യപ്പെടുത്തിയിരുന്നു. മാത്രമല്ല സിറിയയിൽ ഇറാന്റെ എംബസി ആക്രമിച്ചിരുന്നു. മാത്രമല്ല ഇറാന്റെ ആണവ ശാസ്ത്രകാരന്മാരെ ഒക്കെ കൊല്ലുന്ന ചില നടപടികളിലേക്ക് ഇസ്രായേൽ പോയിരുന്നു. അപ്പോഴൊക്കെ തന്നെ വളരെ നാമമാത്രമായ ആക്രമണമാണ്, പേരിന് വേണ്ടിയുള്ള ആക്രമണമാണ് ഇസ്രായേൽ ഇറാനിൽ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഒരു ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല ഇന്നലത്തെ ആക്രമണത്തിൽ ഒരുപക്ഷെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അവരുടെ S-300 S-400 മുതലായ റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായി നശിച്ചേക്കാം. ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളൊക്കെ പൂർണ്ണമായി നശിച്ചേക്കാം എന്ന ഒരു നിഗമനത്തിലായിരുന്നു മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല എന്ന ഒരു സത്യം ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ ഇസ്രായേലിനാൽ അവർക്ക് കിട്ടിയ തിരിച്ചടിയിൽ നിന്ന് വിമുക്തമായി. പ്രത്യേകിച്ചും ഇറാൻ ആത്മീയ നേതാവിന്റെ പ്രസ്താവനയൊക്കെ അതുമായിട്ട് അനുബന്ധിച്ചുണ്ടായിരുന്നു. അയത്തുള്ള അലി ഖംനൈ പറഞ്ഞത് അവർക്ക് അവരുടെ സൈനിക മേധാവികളെയും ആണവ ശാസ്ത്രകാരന്മാരെയും ഒക്കെ നഷ്ടപ്പെട്ടു, പക്ഷേ അവരുടെ ഭാഗത്തേക്ക് പുതിയ ആളുകൾ വരും, ഇറാൻ അവരുടെ ദൗത്യം ഏറ്റെടുക്കും എന്ന് ദൈവനാമത്തിൽ തന്നെയാണ് അയത്തുള്ള അലി ഖംനൈ ഇന്നലെ പറഞ്ഞത്. അത് സാക്ഷ്യപ്പെടുത്തുന്ന തിരിച്ചടിയാണ് ഇറാൻ ഇസ്രായേലിന് പകർന്നു നൽകിയത് എന്ന ചർച്ച തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. ഒപ്പം ഇസ്രായേൽ ഈ അവസരത്തിൽ ഇറാൻ നൽകിയ പ്രഹരത്തിന് തിരിച്ചടിയായി ടെഹ്റാനിൽ വീണ്ടും ആക്രമണം നടത്തിയെന്ന വാർത്ത പുറത്തു വരികയാണ്. ഒരു കെട്ടിടം തകർത്ത് അതിൽ 68ഓളം ആളുകൾ മരിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ്. അതിൽ 20ഓളം കുട്ടികളായിരുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ്. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമായ സന്ദർഭത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.